സെറ്റപ്പൊക്കെ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അതെ, സ്പെഷ്യൽ ഗസ്റ്റ് കട്ടപ്പ അക്ക കാർത്തിക് കലേഷ്. സെറ്റപ്പ് മാറിയ സ്ഥിതിക്ക് മൊത്തത്തിൽ പരിപാടിയുടെ ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. അതായത് ഇത്ര നാൾ നമ്മൾ പോഡ്കാസ്റ്റ് പോയിക്കൊണ്ടിരുന്നത് നമ്മളൊരു ടോപ്പിക് എടുക്കും, എന്നിട്ട് നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടാവുക. അപ്പോൾ നമ്മുടെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൊളിച്ചിട്ടുള്ള പുതിയ ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടോപ്പിക്സ് ഉണ്ട്. കുറച്ച് ഇത്തിരിയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്, ഇത്തിരിയും കൂടെ സ്പീഡാക്കാനായിട്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ്രി ഓർ ഡിസഗ്രി? ആ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എഗ്രി ഓർ ഡിസഗ്രി, അതിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഡീൽ ഓർ നോ ഡീൽ വെച്ച പോലെ. അപ്പോൾ ഓരോ ടോപ്പിക്ക് പറയും. അപ്പോൾ ആ ടോപ്പിക്കിന് ഒരാൾ എഗ്രി, ഒരാൾ ഡിസഗ്രി. അപ്പോൾ ഓരോ ടോപ്പിക്ക് ആർഷ പറയും. അപ്പോൾ ഓർഡർ ഇടാം, എന്നിട്ട് ഒരെണ്ണത്തിൽ നീ വിളിച്ച അടുത്തതിന് ഞാൻ വിളിക്കാം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എഗ്രി ഓർ ഡിസഗ്രി എന്നുള്ളത്. ഓക്കെ. എന്നിട്ട് ഫൈനൽ വെർഡിക്റ്റ്, ആ ടോപ്പിക്കിൻ്റെ വെർഡിക്റ്റ് എല്ലാവർക്കും കൂടെ പറയാം. അപ്പോൾ വെൽക്കം ടു ദ 9th എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേർഡ്. Give us the first topic. Okay. First topic, joint family is better than nuclear family. ഒരുമിച്ച് താമസിക്കുന്നതാണോ നിനക്ക് വേറിട്ട് താമസിക്കുന്നതാണോ ഇഷ്ടം? ഓർഡർ ഇവൻ. ഞാൻ ഒരു പോയിന്റ് ചൂസ് ചെയ്യട്ടെ. ചൂസ് ചെയ്തു. ഞാൻ രണ്ടുപേരും ഒരു പിന്നാണ് ചൂസ് ചെയ്യണം. എന്തേലും ആവട്ടെ. ഓടാണ് 3, 2, 5 എന്നിട്ടാ എഗ്രി ഓർ ഡിസഗ്രി? അല്ല, ഏതാ നല്ലത്? നീ എഗ്രി ചെയ്യണ്ട. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജോയിന്റ് ഫാമിലി ഈസ് ബെറ്റർ ദാൻ ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലിയാണ് നല്ലതെന്നാണ് പറയണേ. നീ എഗ്രി ചെയ്യണ്ടോ ഇല്ലേ? ജോയിന്റ് ഫാമിലി അല്ല നല്ലത്, ന്യൂക്ലിയർ ആണ് നല്ലത്. അപ്പൊ യു ആർ ഡിസഗ്രിയിങ്. അതെ, കൗണ്ട് ഡൗൺ അല്ലേ? 1 second. ഒരു സെക്കൻഡ് ഉള്ളൂ. ഇല്ല, തുടങ്ങട്ടെ. ഓക്കെ, ഞാൻ പറയുന്നു ജോയിന്റ് ഫാമിലി തന്നെയാണ് നല്ലത്. സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അതായത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി പിരിഞ്ഞു മാറി താമസിക്കുന്ന ഒരു അഭിപ്രായമാണ്. ഞാൻ പറയണ മൊത്തം കേട്ടിരിക്കണ്ടാ. ഞാൻ ജോയിന്റ് ഫാമിലി അല്ലെന്ന് പറയുള്ളൂ. ജോയിന്റ് ഫാമിലി അല്ല എന്ന് പറഞ്ഞു. അതായത് ന്യൂക്ലിയർ ഫാമിലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സഹായത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ രണ്ടുപേര് ജോലിക്ക് പോണ സമയത്തോ ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാനായിട്ട്. ജോയിന്റ് ഫാമിലി ആകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ ആകുമ്പോൾ മക്കളെ നോക്കാനായിട്ടുള്ള വീട്ടുകാരുണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ വരും. അഭിപ്രായങ്ങൾ വരുമ്പോ തല്ലാവില്ല. ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അവര് തീർക്കും. പക്ഷെ ഇതിൽ ബാക്കിയുള്ളവരും കൂടെ ഇടപെടുമ്പോ വലിയ കലാപാവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഇടപെടും. കാരണം അവർക്ക് ഇടപെട്ട കൊളാവുന്നവർക്ക് എക്സ്പീരിയൻസ്. അന്ന് നീ തെറ്റി, നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് വേറെ കാര്യം. എടാ, ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോ എല്ലാവർക്കും തമ്മിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളെല്ലാവർക്കും ഫേക്ക് ആയിട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു ചേട്ടനും അനിയനും അവര് കെട്ടി 2 ഭാര്യമാര്, ഇവര് തമ്മിൽ ഭയങ്കര സിംഗാന്ന് പുറത്തേക്ക് കാണും. പക്ഷെ അകത്ത് അങ്ങനെ ആയിരിക്കില്ല. എത്രയൊക്കെ നോക്കിയാലും ആവില്ല. ശരി, നല്ലതായ നല്ലതാവില്ല എന്ന് ഉറപ്പല്ലേ? നല്ലതാവില്ലെന്നേ. അത് ചെറിയ പ്രശ്നം, ചെറിയൊരു പ്രശ്നം, ഇപ്പൊ കുഞ്ഞു പ്രശ്നമായിരിക്കും, പിന്നെ ഒരു കുഞ്ഞു പ്രശ്നമായിരിക്കും, പിന്നെ ഒരു കുഞ്ഞു പ്രശ്നം, തല്ലൂടിയിട്ടൊന്നുണ്ടാവില്ല. പിന്നെ നല്ല സന്തോഷമായിട്ട് ഇഷ്ടം പോലെ ഫാമിലീസ് ഒരിക്കലും ഇല്ല. എന്നാണോ നീ കയ്യിലുണ്ടാവുന്ന ഒരു 10 ഫാമിലിനെടുക്ക്, എനിക്കില്ലല്ലോ. ചിലപ്പോ അച്ഛനും അമ്മയും മാത്രമുള്ളവരും കുറെ കൂട്ടുകുടുംബം എന്ന് പറയുമ്പോ. ഫാമിലി എന്ന് പറഞ്ഞ സംഭവം എന്ന് തുടങ്ങിയോ അന്നാണ് പറമ്പ് മൊത്തം കീറി മുറിച്ച് ഇന്ന് ഈ മക്കൾക്ക് ഇന്ന് ആ മക്കൾക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ തോന്നി. അപ്പോഴാണ് വഴക്ക് തുടങ്ങിയേക്കണേ. അതാണ് വഴക്കിന്റെ ഉത്ഭവം. അല്ലല്ല, മൊത്തത്തിലൊരു ഫാമിലിയോട് ഒരു പ്രശ്നമില്ല. ഒരു വീട്ടില് ഒരു ആൾക്ക് ജോലിയുണ്ട്, ഒരാൾക്ക് ജോലിയില്ല വിചാരിക്കും. അപ്പൊ കല്യാണം കഴിച്ചു, 2 ആളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരാള് ഫുള്ള് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അപ്പുറത്തെ ആൾക്ക് ചിലപ്പോ സാഹചര്യം കൊണ്ടായിരിക്കും പറ്റാത്ത. ഇല്ല, ആളെ കൊണ്ട് പറ്റണ സഹായം ഫാമിലിക്ക് വേണ്ടി ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ കൊടുക്കണോരൊന്നും കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടണ്ട.
അതാ വീട്ടിലെ മുതിർന്ന കാരണവരാണ് ആ കുടുംബത്തിന് നയിക്കണ്ടേ. അത് പക്ഷെ അങ്ങനെയല്ല, അത് നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. നയിക്കില്ലല്ലോ. എടാ ഒരു പ്രായം കഴിഞ്ഞ വീട്ടിലെ തന്ത എന്ന് പറയണ അച്ഛൻ വെറുതെ ഇരിക്കും. അതെന്തുകൊണ്ടാണ് നയിക്കാതെ വെച്ചാൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നുകൊണ്ടാണ്. അല്ല, ഈ തല്ലും പിടുത്തും ബഹളങ്ങളും കൂടുതലും വരുന്നത് രണ്ടുപേര് താമസിക്കുമ്പോ അല്ല. രണ്ടുപേരും താമസിക്കുമ്പോ തല്ലേ ഇല്ല, ഉണ്ട്. ഇല്ല, തല്ല് ആരും അറിയണില്ല. ഒരു കാര്യം പറയട്ടെ, ഇഷ്ടം പോലെ തല്ല് നടന്ന തന്നെ ചിലപ്പോ പിറ്റേ ദിവസത്തേക്ക് മാറും. പക്ഷെ ബാക്കിയുള്ളവർ ഇടപെടുമ്പോ, ചിലപ്പോ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുക്കർ വേറെ ആൾക്കാർ ഇടപെടുമ്പോ ഉള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഊതി പെറുപ്പിച്ച് വേറെ ഒരു പ്ലസ് പോയിന്റുകൾ ആഡ് ചെയ്യും. ഇത് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി, ചിലപ്പോ 2-3 ദിവസം കയറി മാറാൻ. പക്ഷെ ആ 2-3 ദിവസം അവർക്ക് ഒരാളോടും മിണ്ടാൻ പറ്റില്ല. കാരണം മഹിഷ്മതിയിലൊന്നും ഇങ്ങനെയല്ല. ഇയാളൊരു കട്ടപ്പ, എവിടെ എന്റെ ആയുധം? ടൈം തീരാറായി വേണ്ട. അവ ന്യൂക്ലിയർ ഫാമിലി കാര്യമില്ല, ഒരാളോടും മിണ്ടാൻ. അത് പ്രശ്നമാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വരുമ്പോ ചോദിക്കാനൊക്കെ ഭയങ്കര. ഇപ്പൊ സഹായം എന്ന് പറയുമ്പോ എത്ര ഫാമിലിക്കാർ അങ്ങോട്ട് കൊണ്ട് സഹായിക്കുന്നുണ്ട് ഇപ്പൊ. അത് ഈ പ്രശ്നം ഈ ന്യൂക്ലിയർ ആയതുകൊണ്ടാണ് ആ പ്രശ്നം. അത് കൂടെ നിന്ന് തല്ലിട്ട് പിരിയുന്നതാണ് പകുതി. ന്യൂക്ലിയർ ആവുമ്പോ അവർക്ക് ഷോ കാണിക്കാനുള്ള. അവര് ന്യൂക്ലിയർ ആവണേന്റെ മെയിൻ പ്രശ്നം കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി പോണതാണ് മിക്കവരും. അതെന്നാ പറ, ന്യൂക്ലിയർ ആയിരുന്നു ജോയിന്റ് ആയിരുന്നു എന്താ ന്യൂക്ലിയർക്ക് മാറണേ? അവർക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നു. അതല്ലേ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നു. അവര് പ്രശ്നം ഉണ്ടാക്കിയോണ്ടാണ് മാറിപ്പോയെ, അല്ലാതെ പ്രശ്നം വരണോണ്ടല്ല. പ്രശ്നങ്ങൾ ഉണ്ടാവണോണ്ടാണ് ആൾക്കാര് പോണേ. പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോണേ. അതന്നെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ജോയിന്റ് ഫാമിലിയില് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതലുണ്ടെന്നല്ലേ? ന്യൂക്ലിയർ ഫാമിലി ആവാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ് നിർത്തിക്കോ. അപ്പൊ ആ ടോപ്പിക്കിൽ ഇത്രയും വാദം കേട്ടിട്ട് ഒരു അഭിപ്രായം പറ. എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി ഈസ് ബെറ്റർ. അല്ല, റിയലായിട്ട് എനിക്ക് താല്പര്യം കൂട്ടുകുടുംബം ആവാനാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, ശരി, വഴക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ കൂട്ടുകുടുംബം ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, ആ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിരിക്കും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അവരിങ്ങനെ വല്ലപ്പോഴല്ലോ കൂടാ, അപ്പൊ നല്ലതായിരിക്കും. വല്ലപ്പോഴും കാണുമ്പോ കൊറേ ഇത് ഇപ്പൊ ഒരു ബർത്ത്ഡേ തന്നെയായിരിക്കും, ആ ഓർഗനൈസ് ചെയ്യണത് ചിലപ്പോൾ നല്ല കാശുള്ള ഒരു ഫാമിലി ആയിരിക്കും. ന്യൂക്ലിയർ ഫാമിലിയിൽ പോകുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പക്ഷെ എല്ലാവരും ഒരാൾ തന്നെ ഓർഗനൈസ് ചെയ്യണമെന്നില്ല. മിക്കവരും ഇപ്പൊ കാണുന്നത് എല്ലാരും ഷെയർ ആയിരിക്കും. പക്ഷെ തീരെ പറ്റാത്ത അപ്പൊ അവർക്ക് അതിൽ പങ്കെടുക്കാൻ ഭയങ്കര ഒരുമിച്ച് താമസിച്ചാലും ഒരുമിച്ച് താമസിച്ചില്ലെങ്കിൽ ഈ പൈസയുടെ പ്രശ്നം എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവർക്ക് വല്ലപ്പോഴും ഒരു ദിവസം കാണുന്ന ഒരു ചമ്മൽ ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും എല്ലാ കാര്യം അറിയാം, ട്രാൻസ്പെറൻസി അവിടെ കൂടുതലാണ്. എല്ലാ ദിവസവും പൈസ ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ആ ദിവസം അവർ ചിലപ്പോൾ പൈസ ഉണ്ടാക്കി വരും. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടില് കിട്ടുന്ന ഒരു ഫ്രീഡം പോവും ജോയിന്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ. അച്ഛൻ അമ്മ മോൻ ഭാര്യ ഇതുവരെ മാക്സിമം കുഴപ്പമില്ലാണ്ട് കശപിശില്ലാണ്ട് പോകും. ഇപ്പൊ നമുക്ക് രാത്രി 12 മണിക്കൊക്കെ പുറത്തു പോകാൻ ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ആ ഫാമിലിയിൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പ്രായമായവര് ചിലപ്പോൾ സമ്മതിച്ചു തരും, തരണവരുണ്ടാവും, തരാൻ ചാൻസ് കുറവാണ് കൂടുതലും. ഞാനൊരു സന്തോഷത്തിന്റെ ആസ്പെക്ട് ആണ് നോക്കി. എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല ജോലി എല്ലാവരും എപ്പോഴും ഉള്ളപ്പോ സന്തോഷം ഉണ്ടാവില്ല, നോർമലാവും അത്. പക്ഷെ എല്ലാവരും കാണാണ്ട് കാണുമ്പോ ഒരു സന്തോഷം. സ്നേഹം ഉണ്ടെങ്കിൽ കേട്ടോ, സ്നേഹം ഇല്ലെങ്കിൽ ജോയിന്റ് ആയാലും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ മാത്രല്ല പുറം നാട്ടിലേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കാണലും ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പോലും അറിയാത്ത അവസ്ഥ വരും. അടുത്ത ടോപ്പിക് ഇതിന്റെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ്സിൽ വരട്ടെ. ഓക്കെ, അത് ഓരോ ടോപ്പിക്കിന്റെയും വരട്ടെ. അടുത്തത്, renting a house is more brave than buying or building a house. നീ എവിടേക്കോ പോണേ എനിക്കറിയാം. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതാണ് പ്രശ്നം, കഴിഞ്ഞ ടോപ്പിക്കിന്റെ പ്രശ്നം ഇതാണ്. ഓർഡർ ഈവൻ ഈവൻ കിട്ടിയില്ല. ഞാൻ ചൂസ് ചെയ്തു. ടൈം സ്റ്റാർട്ട് ചെയ്താ? ഓക്കെ, ഞാൻ പറയുന്നു വീട് പണിയണാണ് നല്ലത്. ഞാൻ പറയണല്ല, നിനക്ക് അങ്ങനെ ഓപ്ഷൻ ഉള്ളൂ. ഞാൻ ചൂസ് ചെയ്തു, ഇനി അപ്പുറത്ത് ചൂസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓപ്പോസിറ്റില് പറയാൻ പറ്റൂ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു വീട് റെന്റിന് എടുക്കാം, കുറെ കാലം താമസിക്കാം, ആ വീട് നശിക്കും. നല്ലൊരു വീട് എടാ നമ്മൾ താമസിക്കേണ്ട നശിച്ചു തുടങ്ങും, എന്തെങ്കിലും ഡിപ്രിസിയേഷൻ വരില്ല, അപ്പൊ അത് കഴിയുമ്പോ വേറെ നല്ല വീട് മേടിക്കാം. നമ്മൾ ഈ ലോൺ അടയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു 45-50 ലക്ഷത്തിന്റെ ഒരു വീട് പണിഞ്ഞു ഒരുക്കി നമ്മൾ ലോൺ അടയ്ക്കുമ്പോൾ 26,000 വരും. ഗ്രാജുവലി അത് എല്ലാ കൊല്ലം കൂടുമ്പോഴും അടവ് അടയ്ക്കാൻ മുതലിലേക്കല്ലല്ലോ കയറണേ, ഇൻട്രസ്റ്റ് മാത്രമായിട്ട് പോയിട്ടിരിക്കും. നമ്മൾ കൂട്ടി അടയ്ക്കണ ഒരു 50,000-60,000 വെച്ച് അടയ്ക്കേണ്ടി മുതലിലേക്ക്. പക്ഷെ ഇതേ സാധനം തന്നെ ഒരു 10 രൂപയ്ക്ക് നല്ല സ്ഥലങ്ങൾ കിട്ടും റെന്റിന്. അതൊരു 20 കൊല്ലാകുമ്പോഴും ഈ ഇൻട്രസ്റ്റിന്റെ റേഞ്ചിലേക്ക് എത്തുള്ളൂ. ഇനി നീ പറഞ്ഞ 2 പോയിന്റ്, ഒന്ന് അടവിന്റെ കാര്യം, പിന്നെ ഒന്ന് നശിക്കണതിന്റെ കാര്യം. അപ്പോൾ ഇതിൽ അടവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടവ് കൊടുക്കുന്ന കാശ് ഒരു 50% കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വീട് പണി കഴിഞ്ഞാൽ എൻ്റെ ലോണിലേക്ക് അടച്ചു പോകാം. കുറച്ചാൾ കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വീടാവും, കുറച്ച് കൊല്ലം പോട്ടെ. പിന്നെ നശിപ്പിക്കുന്നതിന്റെ കാര്യം, ഇത് സ്വന്തം വീടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടാവും, നമ്മുടെ വീടാണല്ലോ എന്നുള്ളൊരു കരുതലുണ്ടാവും. പക്ഷെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാവില്ല. അതെങ്ങനെയൊക്കെ പോട്ടെ, അത് ഓണറിനോട് പറയാം, അതേ പൈപ്പ് പൊട്ടിയ ഓണറിനോട് പറയാം, ആ പൂട്ട് പൊട്ടിയ ഓണറിനോട് പറയാം. അത് വേറെ കാര്യം, അത് പിന്നെ വേറൊരു കശവിശീലിക്കൂ. മഹിഷ്മതിയിലൊന്നും അങ്ങനെയല്ല, ഇടാൻ പറ്റില്ല. മഹിഷ്മതിയിലൊന്നും അങ്ങനെയല്ല. അപ്പോ ഇതൊക്കെയാണ് പ്രശ്നം. അതായത് ഇവിടെ മൊത്തത്തില് ഞാൻ കേരളത്തിന്റെ കാര്യം ഇപ്പൊ മൊത്തം വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെന്റിങ് ആയിരിക്കും കുറച്ചും കൂടെ ലാഭകരം. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ എന്തായാലും ലാഭകരം റെന്റിങ് തന്നെയാണ്. നമ്മുടെ ജീവിക്കുന്ന കാലത്തിൽ മാത്രം കൊടുത്താൽ മതിയില്ല, ആർക്കും കരുതി വെക്കണം എന്ന് തീരുമാനം ഇല്ലെങ്കിൽ റെന്റിങ് മതി. പക്ഷെ സ്വന്തമായിട്ട് ലൈഫിന്റെ എല്ലാം ഇപ്പോ ഒരു ഓർഡിനറി ഫാമിലി അല്ല കേട്ടോ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നോക്കുമ്പോ ഒരു ഒന്നെങ്കിൽ മുകളില് റിച്ച് ആവാ അല്ലെങ്കിൽ പൂറാവാ, പിന്നെ ഇടയിൽ നിൽക്കണ ഒരു സ്ട്രഗ്ലിംഗ് ആൾക്കാരുണ്ട്. അവര് മുകളിലേക്ക് പോകാനുള്ള സ്ട്രഗ്ലിംഗ് അവര് മാത്രം സ്ട്രഗ്ലിംഗിന്റെ പേരിൽ നമ്മള് റിച്ചിലേക്ക് പോകാനോ നോക്കുള്ളൂ, താഴേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പൊ അതിന്റെ തത്രപ്പാടില് നമ്മൾ ലോണുകൾ എടുത്തു. അവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ഉണ്ട്, പ്രഷർ എല്ലാവർക്കും വീട് വെക്കണം എന്ന് തന്നെയാണ്. കാരണം കല്യാണം ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ വരുമ്പോ വീട് വേണം, സ്വന്തം വീട് എന്ന് പറയണതാണ് എപ്പോഴും. പക്ഷെ ഒരു സന്തോഷിച്ച് നടന്നായിരുന്നു ഒരു വ്യക്തി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണി തുടങ്ങി. ഫിനാൻഷ്യലി ഞാനും നിന്റെ പോയിന്റ് പറയും. ആ വീട്ടിലേക്ക് കേറുമ്പോ ആ ലോൺ എടുത്ത വ്യക്തി അത്ര ഹാപ്പി ആയിരിക്കില്ല, ടെൻഷൻ. പക്ഷെ ഒരു കാര്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവാൻ ചാൻസ്. അവരുടെ ആള് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ അല്ലെങ്കിൽ ആളുടെ അച്ഛനമ്മ അവർക്കൊക്കെ പറയാനായിട്ട് ഒരു വീടുണ്ട്, സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഇപ്പൊ ആള് പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോ ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആളുടെ ഫാമിലിയോട് സെക്യൂർഡ് ആണ്, സ്വന്തം വീട്ടിലാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനത്തെ സെക്യൂരിറ്റി വരും. എല്ലാ മാസവും ലോൺ അടയ്ക്കണം എന്നുള്ളൊരു ബാധ്യതയും കൂടി ഉണ്ട്. പക്ഷെ അത് ബാധ്യതയായിട്ട് എന്തിനാ കണക്കാക്കണം? അത് അസറ്റ് അല്ലേ, സ്വന്തം വീടല്ലേ. പക്ഷെ ഒരു അഡ്രസ് ഉണ്ട്, പെർമനന്റ് അഡ്രസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇത് ഇടക്കിടക്ക് കാലകാലം മാറിക്കൊണ്ടിരുന്ന 2 കൊല്ലം കൂടും മാറിക്കൊണ്ടിരുന്നത് എവിടെ വീട്, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, ആൾക്കാരുടെ ജോലി, പോക്കുവരവ് ഒരു റീജിയനിൽ തന്നെ വലുത്താ പോരെ. ഒരു റീജിയനിൽ കിട്ടണമെന്ന് എന്ത് നിർബന്ധം? കിട്ടും, അത് പ്രോബബിലിറ്റി ആണ്, കിട്ടാം. അപ്പൊ പറഞ്ഞോ, ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞോ. എന്റെ അഭിപ്രായത്തില് വീട് വാങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പണിയുന്നതാണ് നല്ലത്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും, പിന്നെ ആരും നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടില്ലല്ലോ. ഇപ്പൊ ജപ്തി ആയപ്പോലെ പോലും ഇറക്കി വിടേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ പോയിന്റിന്റെ പറയാം. ഒപ്പീനിയൻ എന്തോ എന്റെ അല്ല, എൻ്റെ ഒപ്പീനിയൻ ജെന്യൂൻ ആയിട്ട് അത് തന്നെ ഞാൻ പറഞ്ഞു. വാടക വീട്ടിൽ വരുന്ന കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ വാടക വീടാണ് നല്ലത്, സന്തോഷം ഉണ്ടാവും. റിയൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്വന്തമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നതന്നെ നല്ലത്. എനിക്ക് കിട്ടിയ ടോപ്പിക്കിന്റെ ഓപ്പോസിറ്റല്ലേ പറയാൻ പറ്റൂ. അത് എവിടെ പോയാലും ഒരു നമ്മള് വാടകയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. വാടകയ്ക്ക് ഇപ്പൊ നമ്മള് കാലകാലം കിടന്ന് പ്രോഫിറ്റ് ലാഭമൊക്കെ കണ്ട് താമസിച്ചു. നമ്മള് 4 ആള് കൂടുന്നിടത്ത് വാടകയ്ക്കാണ് കിടക്കണെന്ന് പറയുമ്പോ ഈ വാടകയ്ക്കാണോ നിങ്ങ നിങ്ങളിപ്പോഴും വാടകയ്ക്കാ? അത് സൊസൈറ്റിയുടെ ഒരു പ്രശ്നം കൂടെയാണ്, മെന്റാലിറ്റി പ്രശ്നമാണ്. ഇപ്പൊ ഫിനാൻഷ്യലി നല്ലത് വാടക വീടാണ് എന്ന് എല്ലാവരും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല അവിടെ. നമുക്കിപ്പോ ഒരു 15 സെന്റ് സ്ഥലം
ഉള്ള സ്ഥലം വാങ്ങി വീട് പണിയാൻ. ഇതിനെന്താ കാരണം എന്ന് അറിയോ? ഈ ജോയിന്റ് ഫാമിലി ഒക്കെ പിരിഞ്ഞ് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ടാണ് ഇങ്ങനെ വീട്. ഇതെന്ന് പറഞ്ഞാൽ 15 സെന്റ് സ്ഥലമുള്ള ഒരു വീട്. ആ വീട് റെന്റിനാണ് മേടിക്കണേ, ചിലപ്പോ 10,000 രൂപയ്ക്ക് കിട്ടും. അതേ സാധനം നമ്മളിപ്പോ 15 സെന്റ് സ്ഥലം മേടിച്ച് അതിലൊരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിഞ്ഞു, അതിന്റെ EMI അടച്ചു വരുമ്പോൾ 20-ന്റെ അടുത്ത് വരും. സ്വന്തം വീട് എപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി, സ്ഥലമുണ്ട് എങ്കിൽ വീട് പണിഞ്ഞ് താമസിക്കുന്നത് നല്ലതാണ്. സ്വന്തമായിട്ട് ഓൾറെഡി സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വലിയ ടെൻഷൻ ഇല്ല. ഫ്രം സ്ക്രാച്ച് നടക്കുമ്പോൾ വലിയ ടെൻഷനുണ്ട്. സ്ഥലം വാങ്ങാം, സ്ഥലം വാങ്ങി അതിലൊരു വീട് വെക്കാന്ന് പറഞ്ഞ വലിയ സംഭവം. ഫ്രം സ്ക്രാച്ച് ഓരോ പരസ്യത്തിൽ പറയണ ഒരു ആയുസിന്റെ ഇതാണ് ഒരു വീട് എന്നൊക്കെ പറയണത്. ചിലരുണ്ടല്ലോ വീട്ടിൽ സ്വർണം വെച്ച്, അത് വേറെ ഗോൾഡ് ലോണം കണ്ട മഹിഷ്മതിയിലൊക്കെ ഇങ്ങനെയല്ല. അവിടെ ആകെ ഒരു കൊട്ടാരം, ജോയിന്റ് ഫാമിലി ഉണ്ട് അവിടെ ജോയിന്റ് ഫാമിലി ഉണ്ട്. അടിമയാക്കി അവിടെ കിരീടം വെക്കി വെയിൽ വിളിക്കണ്ട. അടുത്ത ടോപ്പിക് ഇത്തവണ കൊല്ലാൻ പോണത് ബാഹുബലിനല്ല, കുന്തളദേശത്തിലെ പിച്ചക്കാരി. അടുത്ത ടോപ്പിക് അവളപ്പോഴേക്കും രാജകുമാരി. കട്ടപ്പ നൈറ്റ് ഡ്രസ്സാ. അടുത്ത ടോപ്പിക് പറഞ്ഞേ. Animal rights is more important than eradicating stray dogs in city or residential areas. Odo Riven. Odo Riven. ഞാൻ അല്ല, നീ പറഞ്ഞോ. ഓഡ് മാറ്റി പിടിക്കടോ. സാധനത് 2 3. നീ എന്നെ പറ. ടൈം സ്റ്റാർട്ട്സ്. തുടങ്ങി പറഞ്ഞോ. ഞാനൊരു പെറ്റ് ലവറാണ്. കമ്പാരിറ്റീവ്ലി ഇതിനൊക്കെ നാട് കടത്തി കൊന്നുകളയാണൊക്കെ നല്ലത്. അതിനായിട്ടൊരു സ്ഥലം വെച്ച് താല്പര്യമുള്ളവർക്ക് പോയി ഫീഡിങ്ങും കാര്യങ്ങളും ചെയ്ത് നോക്കാനൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ സിറ്റി റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് വേണ്ട, അതായത് ആനിമൽ കെയർ മതി, അവിടെ നിന്ന് പട്ടികളൊന്നും ഒഴിവാക്കണ്ട. അതായത് ആൾക്കാർ തിങ്ങി പാർക്കണതിനിടയിൽ പട്ടി പൂച്ചതൊക്കെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരെണ്ണം പറയണോ? ഞാനതല്ല പറഞ്ഞേ, വേറൊരു സ്പെഷ്യൽ ഏരിയ കൊണ്ടുകഴിഞ്ഞാൽ താമസിപ്പിക്കുന്ന നല്ലതെന്ന്. ശ്രദ്ധിക്കുന്നത് എന്താ അമ്പാനത്? നമ്മുടെ ടോപ്പിക് അനുസരിച്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ അവർ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്. ഞാനല്ല പറഞ്ഞത്. എനിക്ക് അവരവിടെ വേണ്ടെന്നാ ഡിസഗ്രി. അതെ, ഞാൻ തുടക്കത്തിൽ തന്നെ വേറെ സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വാട്ട് ഈസ് ദിസ്. 3 മാർക്കിനൊക്കെ ഉത്തരം എഴുതാം. 1 മിനിറ്റ് പോയി. അപ്പൊ അവരെ സംരക്ഷിക്കണം. അതായത് പട്ടികളാണ്, അവർക്ക് ഇന്ന ഏരിയ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവര് തന്നെ അവിടെ ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് പോകും. അതാണ് അവരുടെ ഏരിയ. നമ്മളാണ് ശരിക്കും ഓരോരോ സ്ഥലങ്ങള് എൻക്രോച്ച് ചെയ്ത് പണിതാണ്. അപ്പൊ അവർക്ക് അവരുടെ ഇടയിൽ വെക്കും. പിന്നെ അവർക്ക് ഫുഡ് കിട്ടണ്ട. സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഫുഡൊന്നും കൊടുക്കൂല. ഓരോ ഇപ്പൊ പഞ്ചായത്താണെങ്കിൽ ഓരോ പഞ്ചായത്തിലുള്ള പട്ടികളെ ഒരു പഞ്ചായത്തിന്റെ ഒരു കോർണറിൽ സെക്ഷൻ ആക്കാം. ആരെ പണിയാണ് ശരി? ആ കോർണറിന് അപ്പുറം ഇപ്പുറം വീടുണ്ടാവില്ല, അവര് സമ്മതിക്കൂ? അവരില്ലാത്ത ഏരിയ നോക്കി വല്ല ഫാമുകൾക്ക് പറ്റിയ സ്ഥലം പോലെ അവരാര് ഭക്ഷണം കൊടുക്കും? നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒറ്റ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ആരും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് വന്നിട്ട് അവരെ മാറ്റാം, അല്ലാണ്ട് ആദ്യം അവരെ മാറ്റിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളല്ലാണ്ട്. പട്ടികളൊക്കെ ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുക, ഓരോ വഴിയിലോ കുറെ പട്ടികൾ. റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ചെറിയ 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 സാധനങ്ങൾ എടുക്കട്ടെ. എന്റെ ഇടയിൽ കൂടെ പരസ്യം കേട്ടണ അല്ല അങ്ങനെ. അതാ പറഞ്ഞ, ഒന്നില്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയക്കാര് ചെയ്യണം. അങ്ങനെ ആരും ചെയ്യില്ല, കാരണം അസോസിയേഷൻസ് എല്ലാ സ്ഥലത്തും ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലോ ചെയ്യണം. അതാരും ചെയ്യണില്ല. അതിലൂടെ ആർക്കും താല്പര്യമില്ല, കാരണം പട്ടികൾക്കും പൂച്ചകൾക്കും വോട്ടിംഗ് ഇല്ലല്ലോ. അപ്പൊ അതാരും ചെയ്യൂല. വോട്ടിംഗ് ഉണ്ടായവർക്ക് കുറെ ബെനിഫിറ്റാ കൊടുക്കണ്ടല്ലോ. മോഡിഫിക്കേഷൻ വന്നായിരുന്നു. ഇപ്പൊ സമയം കഴിയും. അപ്പൊ ഞാൻ പറയണ അവര് ഇപ്പൊ അവിടെ ഇരുന്നോട്ടെ, കാരണം അവർക്ക് നേരെ വേണമെന്നൊരു ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട്. ആരെങ്കിലൊക്കെ 1-2 വീട്ടുകാർക്ക് അനുഭവം തോന്നി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എടാ, ഇത് താല്പര്യമുള്ളവരുണ്ടോ? ഇപ്പൊ നമ്മളൊരു അങ്ങനെയല്ല, ഒരു ഏരിയയിൽ ഇപ്പൊ അവരെ ഒരു ഫാം പോലെ സെക്ഷനിൽ കൊണ്ടിട്ടു, പട്ടീനെയും പൂച്ചേനെയും കാണാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇപ്പൊ നമ്മ എറണാകുളത്ത് ഒരു
പാർക്ക് ഉണ്ട് ഡോഗ്സിനെ കൊണ്ടുവരുന്നവര്. ആ, ഓ, അവിടെ ഞാൻ ഫുള്ള് കണ്ടായിരുന്നു. ഡോഗ്സിനെ Pet കൊണ്ട് friendly. ഫുള്ള് അത് കുറച്ച് സമയമുള്ളൂ, ആ അതൊരു ആ ദിവസം ആ ദിവസം. അപ്പൊ അതിന് അത്ര ആൾക്കാർ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അത് പക്ഷെ Pets. സ്ട്രേ ഡോഗ്സ് അല്ല, ആ പറയണേക്ക് Pets ആണ്. ഇപ്പൊ അങ്ങനെ ഒരു ഏരിയ, ആ ഏരിയയിൽ ഇപ്പൊ ഫുള്ളായിട്ട് അങ്ങനത്തെ പട്ടി പൂച്ച മാത്രമേ ഉള്ളൂ. അവരെ കെയറിങ് ചെയ്യുന്നതിന് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരാള് അപ്പോയിന്റ് ചെയ്യണം വെക്കാം. പിന്നെ പാർക്കിലില്ല നിനക്ക് അപ്പോയിന്റ് ചെയ്യണം. ഇത് നമ്മളിപ്പോ സാങ്കല്പികമല്ലല്ലോ, നമ്മുടെ ഒപ്പീനിയനല്ലേ. അങ്ങനെ ഒരാള് അവിടെ കുറച്ച് പേരെ നമ്മള് അപ്പോയിന്റ് ചെയ്തു. അതിനുശേഷം ഇവരെ നോക്കണു, പുറത്തുള്ളവർക്കാർക്കും കടി കിട്ടണില്ല, അവിടെ ഉള്ളവർ മാത്രമാണ് കടി കൊള്ളണല്ലോ. എല്ലാവരും നോക്കണു, പരിചരിക്കണു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെ അവർ ആ പട്ടികൾക്കും പൂച്ചകൾക്കും പിള്ളേരുണ്ടാവണം, അഡോപ്ഷൻ വെക്കുക. വീട്ടിലേക്ക് അഡോപ്ഷൻ വെക്കുക. ഇപ്പൊ അവിടെ വന്നിട്ട് ഈ പട്ടികളൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ വീട്ടിൽ വളർത്താൻ സാഹചര്യമില്ല. ഇപ്പൊ ഭാര്യക്ക് ഇപ്പൊ വല്ല അലർജി അങ്ങനെ പോണേ. എടാ നമ്മ ഭയങ്കര പെറ്റ് ലവറായിരിക്കും, പക്ഷെ ഭാര്യക്ക് അലർജി വന്ന ഭാര്യ വേണോ പട്ടി വേണോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭാര്യ മതി നല്ല ഇരിക്കുള്ളൂ. അല്ല ഇത് റിയാലിറ്റിയാ. അല്ല ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇവൾക്ക് ഇവള് ചത്തു കൊണ്ടാ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പട്ടീനെ പുറത്താക്കിയത്. വീട്ടിലില്ലപ്പോ. അല്ല നിന്നെ ഞാൻ പുറത്താക്കിന്ന്, നീ ഇപ്പൊ വീട്ടിൽ കയറാറില്ലല്ലോ. പണ്ട് ഇവനെ വീട്ടിൽ കയറ്റി കിടത്താറുണ്ട്, ഇപ്പൊ പുറത്താക്കോടോ. ഇനി ഫൈനൽ വെർഡിക്റ്റ്, ഇതിന്റെ വെർഡിക്റ്റ് ഞാൻ പറയാം. ഈ പറഞ്ഞ പിന്നെ നല്ല ഒരു കാര്യമാണ്. അതായത് ഒരു ഏരിയ വെക്കുക. ഇപ്പൊ ചാലക്കുടിയിലാണെങ്കിൽ കുറെ സെക്ഷനുകളുണ്ട്, സൗത്ത് നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഈ സ്ട്രേ ഡോഗ്സ് ഉണ്ട്, കുറെ പേരെ ഉപദ്രവിക്കുന്നുണ്ട്. എൻ്റെ വീടിന്റെ അവിടെ തന്നെ 3 ഉണ്ട്, ചെറിയ ഇടവഴിയാണ്. അപ്പൊ അവിടെ പത്രക്കാരൻ വരണില്ല. ഞങ്ങൾ അപ്പുറത്തെ വേറെ വീട്ടിൽ പോയിട്ട് പത്രം എടുത്തിട്ട് വരണേ, കാരണം പത്രക്കാരൻ ആ വീട്ടിലെ പത്രം കൊടുക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ വഴിയിൽ പട്ടികളുള്ളതുകൊണ്ട് ആൾ ഇങ്ങോട്ട് വരില്ല, കുറച്ച് ഓടിക്കാണ്. അപ്പൊ വെളുപ്പിനാകുമ്പോ ചാലക്കുടി ഐ വിഷന്റെ അവിടെ നൈറ്റ് ഒരാൾക്കാർ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നു, മറ്റേ ട്യൂൺസ് അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നിട്ട് വരുമ്പോ ഒക്കെ ഉണ്ട്. ഞാൻ സൈക്കിളിൽ വരുമ്പോ പട്ടികൾ തന്നെ ഓടിക്കാറുണ്ട്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുനിസിപ്പാലിറ്റി തലം, ഇപ്പൊ ചാലക്കുടി ഈ നമ്മൾ പറഞ്ഞ സെക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റി തലത്തിൽ കണ്ടുപിടിക്കണം. ഈ കുറച്ചുണ്ട് തന്നെ പട്ടികളില്ലേ അവിടെ നിന്ന് നോക്കി നിന്ന് അവരൊന്നും ചെയ്യില്ല, പക്ഷെ അതായത് നമ്മൾ നിന്നാലും നമ്മുടെ ഉള്ളിൽ പേടി ഉണ്ടാവും. അത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വായിച്ചത്, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചറോ നമ്മൾ മാറണതൊക്കെ അവർക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ കേട്ടേക്കണേ. അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ സംഭവം ഉണ്ടാ, ചൂടാണോ തണോ ചൂടാ തിരിഞ്ഞു പോണ്ട. അങ്ങനത്തെ ഒരു ഗാഡ്ജറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പട്ടിക്ക് ഉണ്ടാക്കണം ഉദ്ദേശമല്ലല്ലോ. പട്ടീനെ ഉദ്ദേശം. അപ്പൊ ഞാനും അതാണ് പറയണേ, അതായത് വീട് പട്ടിയുടെ മൂഡ് പിന്നെയും പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ വീടിന്റെ പരിസരത്തല്ല, നമ്മുടെ വീട് പരിസരത്ത് ആരെങ്കിലും കൊടുക്കണ എച്ചില് കഴിച്ചിട്ട് എല്ലാവരും നടക്കണ്ടേ. അത് മുനിസിപ്പൽ തലത്തില് ഒരു ഏരിയ കണ്ടുപിടിക്കണം, അങ്ങോട്ട് അവരെ മാറ്റണം. ഈ പറഞ്ഞ അഡോപ്ഷൻ പരിപാടി നല്ലതാണ്. താല്പര്യമുള്ളവർ വന്ന് എടുത്തുണ്ടോട്ടെ, അവര് വളർത്തിക്കോട്ടെ. പിന്നെ കുറച്ച് അഹങ്കാരമുള്ള പട്ടികളുണ്ട് കേട്ടോ, ഡിമാൻഡ് ഉള്ളത്. ഇന്നലെ ഒരു ചായക്കടയിൽ പോയി, ഭയങ്കര നിഷ്കളങ്ക പാവം, എനിക്ക് കഴിച്ചിട്ട് കുറെ നാളെ ഞാൻ അഭിനയിച്ചു, എന്തെങ്കിലും തരും പ്ലീസ്, എന്തെങ്കിലും തരും തിന്നാനത് കിട്ടിയിട്ട് 10 ദിവസമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഉഴുന്നട വാങ്ങി പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഈ സാധനം എന്നിട്ട് ബാക്കി ഞാൻ പറയാം എക്സ്പ്രഷൻ നോക്കിട്ട് ഉഴുന്നോടെ നന്നേക്കാ ചിക്കനും മേടിച്ചോട്ടെ എച്ചി തിരിഞ്ഞു നടക്കണ്. എന്നിട്ട് സഞ്ജയ് മറ്റേ ഇതെടുത്തായിരുന്നു ചിക്കന്റെ പപ്സ്. ഈ പപ്സിന്റെ മറ്റേ കാര്യമുണ്ട്, ഇതൊക്കെ എന്നെ പട്ടി ഇപ്പൊ നിലത്തിടും. ചിക്കൻ മതിയെന്ന് ഭയങ്കര ഡിമാൻഡ്, ഞാൻ കഴിയൂല. അപ്പൊ അങ്ങനെ ആ സ്ട്രേ ഡോഗ്സിനോട് അങ്ങനെ ഇതിപ്പോ നോക്കി നിൽക്കണ വലിയ ഉപദ്രവം ഇല്ലാന്ന് വിചാരിക്കാം. പക്ഷെ കുറച്ചോണ്ട് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ പാനിക് ആവാണ്ട് നിക്കണമെന്നില്ല. ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ വീഴും, കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അവരെ ചിലപ്പോ അറ്റാക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പട്ടീനെ, എന്റെ മേത്തേക്ക് ചാടി കേറി. ഞാൻ ചെറുതായിരുന്നു പട്ടി, ഇങ്ങനെ മുഖത്തിങ്ങനെ പിടിച്ചു തന്നു. ഓണർ വരുന്നവരിങ്ങനെ പട്ടിയൊക്കെ എന്ത് ഞങ്ങളുടെ ഗോവയ്ക്ക് ട്രിപ്പ് പോയപ്പോ കാള, നമ്മുടെ പാൽബാൽദേവന്റെ കാള കുത്താൻ വന്നിങ്ങനെ, ഞാനിങ്ങനെ കൊമ്പും പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടു, ഇവിടെ കുത്താൻ വന്നിട്ട്. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല, ഹെൽമെറ്റ് ഒന്നുമില്ല, ഈ തല ഹെൽമെറ്റിലാണ് കട്ടപ്പയ്ക്കൊക്കെ എന്ത് കാള. അടുത്ത ടോപ്പിക് ഇത് എങ്ങോട്ട് അല്ലാതെ റിയൽ ഉണ്ടായ കാര്യ.
ഓക്കെ, നാലാമത്തെ ടോപ്പിക്. യൂഷ്വൽ 6-day വർക്ക് വീക്ക് ഈസ് ഗുഡ് ദാൻ സ്ട്രിക്റ്റ് 5-day വർക്ക് വീക്ക്. ഇവിടെ കേരളത്തിലല്ലേ? കേരള ഇതിൽ ഓർഡർ റിവം വേണോ? എനിക്ക് 5 ദിവസം മതി. നീ ഓർഡർ ചെയ്തിട്ട് ഇന്ന് ശരിയായി തരാം. ഞാൻ പറയും ഇപ്പൊ എത്രയാ? 1-1 1-2 മൂന്നാമത്തെ ടാലി ആയി പോയി. അവന്റെ പോയിന്റ് തന്നെ നല്ലത്, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ 2-1. ഓക്കെ, ഓട് ഇന്ന് ശരിയായി തരടാ. 5 ദിവസം സ്ട്രിക്റ്റ് 5-day വർക്ക് ചെയ്തോളാം. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആ ഒരു കൾച്ചർ വരണം. പുറം നാട്ടിൽ ഇഷ്ടം പോലെ അങ്ങനെ കൾച്ചർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കാരുണ്ട്. ബിസിനസ്സും ഒരു ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. മൊത്തത്തിലുള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നാട്ടുകാര് ശനിയാഴ്ച ആയാലും അവരുടെ ഇതിൽ വർക്കിംഗ് ഡേ ആണ്. എല്ലാവരും വരും, പർച്ചേസിനായാലും സർവീസിനായാലും എന്തായാലും വരും. ജോബ് തന്നെ ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ജോബ് തന്നെ എടുക്കും. തിങ്കളാഴ്ച രാവിലെ കയറണം. 9 മണിക്കൊക്കെയാണ് മിക്കതും. ജനറലി 9 മണിയാണ് തുടങ്ങുന്ന സമയം. 9 മണി തൊട്ട് 5 മണി വരെ. 5 മണി വരെയൊക്കെ 5 മണിക്കൊന്നും ആരും വിടില്ല. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ എന്തായാലും ഈ കൂടുതലുണ്ടാവും. എന്നിട്ട് ഈ ശനിയാഴ്ച ഉണ്ടാവും. ശനിയാഴ്ചയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യണവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. ഇപ്പൊ മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ട്. അതിൽ 2 ഞായറാഴ്ച എന്തായാലും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ചയും ഇതേപോലെ തന്നെ. ബാക്കി ദിവസം വീക്ക് ഡേയ്സ് പോലെ തന്നെ. ഞായറാഴ്ചയും ചില കമ്പനീസ് ആകെ 4 ഞായറാഴ്ച ഉള്ളൂ ഒരു മാസത്തിൽ. അതിലൊരു ഞായറാഴ്ച എന്തെങ്കിലും ചിലപ്പോൾ ജോലിക്ക് പറയും, എന്തെങ്കിലും വർക്ക് തീർന്നിട്ടില്ല ഓവർലോഡ് എന്ന് പറഞ്ഞു വയ്ക്കും. അടുത്ത 2 ഞായറാഴ്ച ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പരിപാടിയോ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും. റെസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യുക, എങ്ങടെയും റിലാക്സ് ചെയ്യാനായിട്ടൊരു ഔട്ടിങ് പോവുക, ഒരു സിനിമയ്ക്ക് പോവുക. ഇങ്ങനത്തെ ഒന്നും സമയം കിട്ടണില്ല. ഒറ്റ ഞായറാഴ്ച കിട്ടണില്ല, എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. അപ്പോൾ അതിനൊരു മെത്തേഡാണ് സ്ട്രിക്റ്റായിട്ട് 5 ദിവസം. ആ 5 ദിവസത്തിൽ പണി തീർത്തോളണം. ആ ആഴ്ച തീർക്കേണ്ട പണികളൊക്കെ 5 ദിവസത്തിൽ. ഇതിനൊന്നും മിണ്ടല്ലേ എൻ്റെ സപ്പോർട്ട. നന്നായി. 2 മിനിറ്റ് അതിൻ്റെ 2 മിനിറ്റ് പറഞ്ഞു. ക്യാമറമാൻ ക്യാമറ അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് 5 ദിവസം വർക്ക് ചെയ്യുക. അപ്പോൾ ആ 5 ദിവസത്തിൽ ആ ഒരാഴ്ചത്തെ പണികൾ തീർത്തോളണം. അവിടുത്തെ വർക്ക് ചെയ്യണ എംപ്ലോയി കൊടുക്കുന്ന ആ ഒരു മാനേജർ, അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജർ, ഇവരൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ആ ഒരാഴ്ച കൊണ്ട് എംപ്ലോയീസിനെ കൊണ്ട് ഔട്ട്പുട്ട് എടുക്കണം. ബാക്കി അഭിപ്രായത്തിൽ ഈ സംഭവം നിലവിൽ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഈ ജോയിന്റ് ഫാമിലി ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. സമയമുണ്ട്, അവിടെ സമയമുണ്ട്, ഒത്തു തീർക്കാൻ സമയമുണ്ട്. ഒന്നാമത്തെ എനിക്ക് സപ്പോർട്ടുണ്ട്. ആ പോയിന്റ് തിരിച്ചേണ്ടി വരും. അതല്ല, വർക്ക് പ്രഷർ പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്, വർക്ക് പ്രഷർ പറയും. ശനി കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവനോട് എതിർക്കാൻ മനസ്സ് വരുന്നില്ല. കാരണം എതിർക്കാൻ മനസ്സ് കിട്ടുന്നില്ല. കട്ടപ്പയ്ക്ക് മനസ്സില്ലെന്നോ മാമാ ആയുധം. ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ സൺഡേയിലല്ലേ എല്ലാരും പർച്ചേസ് ചെയ്യാനൊക്കെ പോവാ. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ സ്ട്രിക്റ്റ് 5 days എങ്ങനെ പറ്റും? മൊത്തം ഹോളിഡേ കൊടുക്കണം. അല്ലെങ്കിൽ ഷിഫ്റ്റ് കൊടുക്കണം. ഫുഡ്, ഹോട്ടല്, പെട്രോൾ പമ്പ്സ്, അങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ഇവർക്കൊക്കെ ഷിഫ്റ്റ് വയ്ക്കാം. ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ബിസിനസ് ആണ്. ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ശനി ഞായർ മാത്രം വേണമെങ്കിൽ ഒരു സ്റ്റാഫിനെ വയ്ക്കാം. അല്ല, ഹോസ്പിറ്റൽസ് ഇപ്പൊ എങ്ങനെ നിലവിൽ വർക്ക് ചെയ്യണം? പോലീസ് സ്റ്റേഷൻസ്, ഇവരൊക്കെ ഫയർ സ്റ്റേഷൻസ്, ഇവരൊക്കെ നിലവിൽ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ് അല്ലേ? അതേപോലെ ശനി ഞായറിന് വേണ്ടി ഒരു സ്റ്റാഫിനെ വയ്ക്കാൻ. ബാക്കിയുള്ള 5 ദിവസം ഒരു ഫ്രീ ആയിട്ട് എടുക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് 2 ദിവസം ഇപ്പോ നമ്മള് പണിയെടുത്തു, പണി ഇല്ലാണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 3-ാമത്തെ ദിവസം ചിലപ്പോ വരുമ്പോ ആൾക്കാർക്ക് മടി വരില്ല. ഈ ഒരു കൾച്ചർ വന്ന മടി വരില്ല. അവരടുത്ത ശനിയാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് നല്ല പറയാൻ കിട്ടില്ല. ഞാൻ ഉണ്ടാക്കി പറയുമ്പോ നല്ല എനർജിയിൽ ഒരു തിങ്കളാഴ്ച പോകും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒപ്പീനിയൻ ആണ്. 5 ദിവസം പണിയെടുത്തിട്ട് കട്ടപ്പൻ പണിയെടുത്തിട്ട് 6-ാം ദിവസം റെസ്റ്റ് എടുത്ത് 7-ാം ദിവസം വെറുതെ റിലാക്സ് ചെയ്യാം. ഫൈനൽ വെർഡിക്റ്റ് പറ ഈ പോയിന്റിന്റെ. ഞാൻ 5 ദിവസം മതി വർക്ക്. ബാക്കി 2 ദിവസം 5 ദിവസം പണി എടുക്കണം. അതിപ്പോ ബുദ്ധിമുട്ടാൾക്ക് അപ്പടി ചൊല്ലക്കൂടാത്. മഹേഷ് മതിയിലൊക്കെ എങ്ങനെയാ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഇതില് നമ്മള്
എല്ലാത്തിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റത്തെ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ നമ്മുടെ നാട്ടിൽ വേണ്ട, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കുറേ പ്രശ്നങ്ങൾ, അതായത് കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും. ഇപ്പോൾ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ഓവർ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വർക്ക് പ്രഷർ ഉണ്ടാവും. ആ വർക്ക് പ്രഷർ ഉള്ളതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും. ഉറക്കക്കുറവ്, സ്ട്രെസ്, ഭക്ഷണമില്ലായ്മ, ഇതൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ ഭ്രാന്തനാവും. ആവും. ഉറക്കം തന്നെ ഒരു ദിവസം ശരിയായില്ലെങ്കിൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിങ്ങനെ ഒരുമാതിരി തല്ലുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു സംഭവം സ്ട്രിക്റ്റ് 5 day വർക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ 9 to 6 ആക്കിക്കോ ജോബ്. 1 മണിക്കൂർ, അപ്പോൾ ആഴ്ചയിൽ 5 മണിക്കൂർ കൂടുതൽ കിട്ടി, അങ്ങനെ ആക്കിക്കോട്ടെ. പക്ഷെ സാറ്റർഡേ സൺഡേ നല്ലൊരു ഉറക്കം കിട്ടി കഴിഞ്ഞാൽ തീരാവുന്ന പകുതി. സാറ്റർഡേ സൺഡേ പണി എന്ന് പറഞ്ഞൊരു സാധനത്തിന് വിളിക്കരുത് ആ കമ്പനിന്ന്. കമ്പനി മാത്രല്ല എവിടുന്ന് വിളിക്കരുത്. അല്ല, നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ ഒരു പണിയും വരരുത്. ഇനിയിപ്പോ എക്സ്ട്രാ ഇൻകം വേണം താല്പര്യമുള്ളവർ ശനി ഞായർ വേറെ വല്ല പണിക്ക് പോവാൻ വില്ലിങ്ങാണെങ്കിൽ സ്ട്രിക്ട്ലി അല്ല, ആ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അങ്ങനെ ആവണം. അല്ലാണ്ട് നമ്മളിപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് ഷിഫ്റ്റ് വെച്ചുല്ലോ, ശനി ഞായറും വേറെ വെക്കേഷന് പോണവർക്കോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോണവർക്കോ ഫെസിലിറ്റീസ് വേണമല്ലോ. ഇപ്പൊ ഞായറാഴ്ച ആയിരുന്നു, ഞായറാഴ്ച വെച്ച് ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതേപോലെ അല്ല, എല്ലാവർക്കും അപ്പൊ പരിപാടിയാവും. എല്ലാവർക്കും ശനി ഞായറും എൻജോയ് ചെയ്യുന്ന ദിവസം, അപ്പൊ വർക്കിന് വിളിക്കില്ല. നമ്മ പണ്ട് സൺഡേസ് ഹോളിഡേ എന്ന് പറയണ പോലെ സാറ്റർഡേസ് ഹോളിഡേ ആക്കണം. മതി. നിന്റെ കാള അവിടെ പാർക്ക് ചെയ്ത്. ഈ ഒരു പുതിയ ഫോർമാറ്റ് എല്ലാവർക്കും ഇഷ്ടാവും. ഇനി കാണിക്കരുതിട്ട, ഇഷ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്സിൻ്റെ ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായംസും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് ഇത് ഫോർമാറ്റിൽ തന്നെ പോയി നോക്കാം. അടുത്ത എപ്പിസോഡിലേക്കുള്ള പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേഡ്. വീണ്ടും അടുത്ത കുറച്ച് ഇതേപോലത്തെ കുറച്ച് ടോപ്പിക്സും ഇത്രയും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് വീണ്ടും സന്ധിക്കവറേ. വണക്കം.